ഇപ്പോൾ നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ നമ്മൾ കണ്ടു പരിചയമുള്ളൊരു കെട്ടിടമാണ്. പലർക്കും ചിലർ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്, പക്ഷെ പലരും ഇത് നേരിട്ടും മാധ്യമങ്ങൾ കൂടിയൊക്കെ കണ്ട് പരിചയമുള്ളൊരു ബിൽഡിങ്ങാണ്. ഈ ബിൽഡിങ്ങിൻ്റെ പേരാണ് ബാംഗ്ലൂരിലെ വിധാന സൗധ എന്ന പേര്. വിധാന സൗധ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിലെ സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിൻ്റെ ബിൽഡിങ്ങാണ്. അതായത് നമ്മുടെ നാട്ടിലെ നിയമസഭ പോലെ ഉള്ളൊരു നിയമസഭയ്ക്ക് സമാനമായ ബിൽഡിങ്ങാണ്. പല സർക്കാർ ഓഫീസുകളും അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ഭരണ സ്ഥിരാകേന്ദ്രം അങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് വളരെ സ്റ്റൈല് വളരെ അടിപൊളിയാണ് ഈ ബിൽഡിങ്ങിൻ്റെ. കാരണം ഒരു നിയോ ദ്രാവിഡിയൻ സ്റ്റൈലാണ് ഇത് പണിതേക്കുന്നത്. ഏകദേശം 1956 ഇത് പണി പൂർത്തിയാക്കിയത്. അന്ന് പൂർത്തിയാക്കിയപ്പോൾ അന്നത്തെ കാലത്ത് 33 ലക്ഷം രൂപ കൊടുത്താണ് അത് പണി തീർത്തത്. അതിനുശേഷം പിന്നെയും റിനോവേഷൻ റീഡിസൈനിങ് ഒക്കെ നടന്നപ്പം ഏകദേശം 1.8 കോടി രൂപയാണ് ചിലവാക്കിയിരിക്കുന്നത്. പക്ഷേ ഏതായാലും ഇവിടെ വരുന്നവർക്ക് ഇതൊരു വളരെ മനോഹരമായ കാഴ്ചയാണ് ഈ ബിൽഡിങ് എല്ലാവർക്കും നൽകുന്നത്. ഈ ബിൽഡിങ്ങിൽ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഒരു ബസ്സായിട്ട് നമ്മളിത് കാണുന്നത്. ഇത് ബാംഗ്ലൂരിലെ ഡോക്ടർ AR അംബേദ്കർ റോഡിൽ നിന്നുള്ള ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ശ്രദ്ധിച്ചറിയാം, പലരും ഇതിൻ്റെ മുന്നിൽ വന്ന് ഫോട്ടോ എടുക്കാനൊക്കെ വന്നിരിപ്പുണ്ട്. പലരും ഫാമിലിയായിട്ടും ഒറ്റയ്ക്കും കൂട്ടുകാരും ഒത്തൊക്കെ വന്ന് ഫോട്ടോസും സെൽഫീസും വീഡിയോസൊക്കെ എടുക്കുന്നൊരു സ്പോട്ടായിട്ട് മാറിയിരിക്കുകയാണിത്. കാരണം അത്രയ്ക്ക് മനോഹരമാണ് ഈ ബിൽഡിങ്ങിൻ്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ. ഇതിനകത്തോട്ട് പ്രവേശനം ഉണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല, കാണാൻ വഴിയില്ല, റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. പക്ഷേ പുറത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നതിന് വലിയ തടസ്സങ്ങളൊന്നുമില്ല. അപ്പോൾ ഏതായാലും ബാംഗ്ലൂർ പോവാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർ AR അംബേദ്കർ റോഡിൻ്റെ അടുത്തുള്ള ഈ വിധാന സൗധ നിങ്ങൾ തീർച്ചയായിട്ടും സന്ദർശിക്കാൻ ശ്രമിക്കണം. വിധാന സൗധ ബിൽഡിംഗ് കഴിഞ്ഞ അടുത്ത് നമ്മൾ കാണുന്നൊരു വേറൊരു ബിൽഡിങ് വികാസ സൗധ എന്ന് പറഞ്ഞൊരു ബിൽഡിങ്ങാണ് ബാംഗ്ലൂരിൽ തന്നെ. അതും നിയോ ദ്രാവിഡൻ സ്റ്റൈലിലുള്ളതാണ്. വിധാന സൗധയെ പോലെ തന്നെ ഇരിക്കും. അതിനകത്ത് കുറേ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ അതിനകത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതും കാണാൻ വളരെ മനോഹരമായൊരു ഭംഗിയാണ് ഈ ബിൽഡിങ്ങിനുള്ളത്.